ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം അന്നും പതിവുപോലെ തിരക്കിലായിരുന്നു. പുറത്ത് മഴ തകർത്തു പെയ്യുന്നുണ്ടായിരുന്നു. മഴയുടെ ഇരമ്പം എന്റെ ക്യാബിനിലെ നിശബ്ദതയെ ഭേദിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കഴുത്തിലെ സ്റ്റെത്തസ്കോപ്പ് ഊരി അത് മേശപ്പുറത്തേക്ക് വെച്ചു. അടുത്ത രോഗിയെ വിളിക്കാൻ ഞാൻ നഴ്സിനോട് ആംഗ്യം കാണിച്ചു. വാതിൽ തുറന്ന് എന്റെ മുന്നിലേക്ക് 2 പേർ കടന്നുവന്നു. മധ്യവയസ്കയായ ഒരു സ്ത്രീയും ഒരു പെൺകുട്ടിയും. ആ കുട്ടി സ്കൂൾ യൂണിഫോം മാറ്റിയിട്ടില്ലായിരുന്നു. അവരുടെ മുഖത്ത് നിഷ്കളങ്കത മാത്രം തങ്ങി നിൽക്കുന്നു. ആ അമ്മയുടെ മുഖത്ത് ആശങ്കയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു. ഡോക്ടർ, ഇതെന്റെ മകൾ മീര. ഇവൾക്ക് 12 വയസ്സേ ആയിട്ടുള്ളൂ. കുറച്ചു ദിവസമായി വയറിന് വല്ലാത്ത അസ്വസ്ഥതയാണ്. നോക്കൂ, വയർ വല്ലാതെ വീർത്തിരിക്കുന്നു. എനിക്ക് പേടിയാകുന്നു ഡോക്ടർ. വല്ല മുഴയോ മറ്റോ ആണോ? ആ അമ്മയുടെ സ്വരത്തിൽ വിറയലുണ്ടായിരുന്നു. ഞാൻ ആ കുട്ടിയെ അടുത്തു വിളിച്ചു. ആ കുരുന്നു കണ്ണുകളിൽ ഭയമായിരുന്നു. പരിശോധനയ്ക്കിടയിൽ എന്റെ കൈകൾ അറിയാതെ വിറച്ചു. ഞാൻ കണ്ടതും അനുഭവിച്ചതും സത്യമാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ ശാസ്ത്രം കള്ളം പറയില്ലല്ലോ. സംശയം മാറ്റാൻ ഞാൻ ഉടൻ തന്നെ അവളെ സ്കാനിങ്ങിന് അയച്ചു. റിപ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ തരിച്ചുപോയി. ആ അമ്മ ഭയപ്പെട്ടതുപോലെ അതൊരു മുഴയായിരുന്നില്ല. 5 മാസം വളർച്ചയെത്തിയ 2 ജീവനുകൾ ആ 12കാരിയുടെ ഉദരത്തിൽ അവ മിടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ അമ്മയെ തനിച്ചു വിളിച്ചു. സത്യം തുറന്നു പറഞ്ഞു. ആ നിമിഷം ആ അമ്മയുടെ നിലവിളി ആശുപത്രി വരാന്തയിൽ മുഴങ്ങിയില്ലെന്നേയുള്ളൂ. അവരുടെ ഉള്ളം തകർന്നു പോയിരുന്നു. ഡോക്ടർ, കള്ളം, ഇത് കള്ളമാണ്. എന്റെ മകൾ സ്കൂളിലും വീട്ടിലും മാത്രമേ പോകാറുള്ളൂ. അവൾക്കിങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ ആ അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവർ എന്റെ കാലുകൾ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഡോക്ടർ, ഇത് പുറത്തറിഞ്ഞാൽ അവളുടെ അച്ഛൻ അവളെ കൊല്ലും. ഞങ്ങളുടെ കുടുംബം പകർന്നു പോകും. ഈ നാണക്കേട് താങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഡോക്ടർ വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയില്ലേ? ഇതാരും അറിയരുത്. നിയമത്തിന്റെയും ധാർമ്മികതയുടെയും നൂൽപാലത്തിലൂടെയായിരുന്നു ആ നിമിഷം ഞാൻ നടന്നത്. ആ പിഞ്ചുബാലികയുടെയും നിസ്സഹായയായ അമ്മയുടെയും കണ്ണുനീരിനു മുന്നിൽ ഞാൻ നിന്നു. ഒരു ഡോക്ടർ എന്നതിലുപരി ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ചിന്തിച്ചു. എന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി ചില തീരുമാനങ്ങൾ എനിക്ക് എടുക്കേണ്ടി വന്നു. തുടർന്നുള്ള മാസങ്ങൾ ആ കുടുംബത്തിന് നരകതുല്യമായിരുന്നു. മീരയെ അവർ പുറംലോകത്ത് നിന്ന് മറച്ചുപിടിച്ചു. വീടിന്റെ അകത്തളങ്ങളിൽ അവർ കഴിഞ്ഞു. അടച്ചിട്ട മുറിയിൽ ആ 12കാരി വിങ്ങിപ്പൊട്ടി. അവളുടെ ബാല്യം നഷ്ടപ്പെടുകയായിരുന്നു. അതൊരു അമാവാസി രാത്രിയായിരുന്നു. ആകാശം കറുച്ചിരുണ്ടു നിന്നു. പേമാരി തകർത്തു പെയ്യുന്നുണ്ടായിരുന്നു. ആശുപത്രിയുടെ ഏറ്റവും ഒഴിഞ്ഞുകിടക്കുന്ന ഒരു ലേബർ റൂമിൽ ഞാൻ അവർക്കായി കാത്തുനിന്നു. പുറത്ത് ആരും അറിയാത്ത സ്ഥലമായിരുന്നു അത്. പ്രസവവേദന കൊണ്ട് മീര പുളഞ്ഞു. അവളുടെ നേർത്ത നിലവിളികൾ പുറത്തെ ഇടിമുഴക്കത്തിൽ അലിയു ചേർന്നു. അമ്മേ, എനിക്ക് വയ്യ എന്ന അവളുടെ കരച്ചിൽ എന്റെ ഹൃദയം പിളർക്കുന്നതായിരുന്നു. ഒരു കുട്ടിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആ വേദന. ഒടുവിൽ 2 കുഞ്ഞിക്കരച്ചിലുകൾ ആ മുറിയിൽ ഉയർന്നു. ഇരട്ടക്കുട്ടികൾ. രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങളെ നഴ്സ് തുണിയിൽ പൊതിഞ്ഞു. ബോധത്തിനും അബോധത്തിനുമിടയിൽ മീര കിടക്കുകയായിരുന്നു. അവൾ പാതി തുറന്ന കണ്ണുകളോടെ തന്റെ അരികിലേക്ക് നോക്കി. കുഞ്ഞ് എന്റെ അവൾ വിക്കി എന്നോട് ചോദിച്ചു. അവൾക്ക് അവരെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ അമ്മ മീരയുടെ കാഴ്ച മറച്ചുപിടിച്ചു. അവരുടെ കണ്ണുകളിൽ കണ്ണീരുണ്ടായിരുന്നെങ്കിലും മുഖത്ത് കടുത്ത തീരുമാനത്തിന്റെ കാഠിന്യമുണ്ടായിരുന്നു. വേണ്ട മീര, നീ ഒന്നും കാണണ്ട. ഇത് മറന്നേക്കൂ. ഇത് നിനക്കുള്ളതല്ല, അവർ കടുപ്പിച്ചു പറഞ്ഞു. എന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇതൊരു ക്രൂരതയാണ്, ഞാൻ മെല്ലെ പറഞ്ഞു. പക്ഷെ ആ അമ്മ കേട്ട ഭാവം നടിച്ചില്ല. കുടുംബത്തിന്റെ അഭിമാനം എന്ന വലിയ ഭാരം അവരുടെ മാതൃസ്നേഹത്തെ കീഴ്പ്പെടുത്തിയിരുന്നു. അർദ്ധരാത്രിയുടെ മറവിൽ ആ അമ്മ ആശുപത്രിയിൽ നിന്നിറങ്ങി. കയ്യിൽ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. കാറിൽ കയറുമ്പോൾ അവരുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നഗരത്തിലെ ഒരു അനാഥാലയത്തിന്റെ മുന്നിൽ അവരെത്തി. ആരും കാണാതെ ആ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ അവർ നെഞ്ചുപൊട്ടി കരഞ്ഞിട്ടുണ്ടാകണം. സ്വന്തം പേരക്കുട്ടികൾ. പക്ഷേ അവരെ വളർത്താൻ അവർക്ക് കഴിയില്ലായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ മീര ആശുപത്രി വിട്ടു.
ശാരീരിക മുറിവുകൾ ഉണങ്ങിത്തുടങ്ങിയിരുന്നു. പക്ഷെ മനസ്സിനേറ്റ മുറിവുകൾ പഴുത്തു വ്രണമായിട്ടുണ്ടാകും. ആരും കാണാത്ത ഒരു വലിയ രഹസ്യത്തിന്റെ ഭാരം ആ 12-കാരിയുടെ ചുമലിലുണ്ടായിരുന്നു. കാലം മുറിവുകൾ ഉണക്കുമെന്ന് പറയാറുണ്ട്. പക്ഷെ ചില മുറിവുകൾ കാലത്തിനൊപ്പം കൂടുതൽ ആഴത്തിൽ പഴുക്കുകയേയുള്ളൂ. മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ഞാൻ വീണ്ടും മീരയെ കണ്ടു. OPയിലെ തിരക്കുകൾക്കിടയിലാണ് ഞാൻ അവളെ കണ്ടത്. എന്നാൽ ഇത്തവണ കണ്ട മീര പഴയ കുട്ടിയായിരുന്നില്ല. അവളുടെ കണ്ണുകൾ കുഴിഞ്ഞിരുന്നു. മുഖത്തെ ചോരയോട്ടം വറ്റിപ്പോയിരിക്കുന്നു. അവൾക്ക് വിട്ടുമാറാത്ത ശാരീരിക അസ്വസ്ഥതകളായിരുന്നു. പരിശോധനയ്ക്കിടയിൽ ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ ഭയം വിട്ടുമാറിയിരുന്നില്ല. മീര, ഇപ്പോഴെങ്ങനെയുണ്ട്? ഞാൻ വാത്സല്യത്തോടെ ചോദിച്ചു. പക്ഷെ അവൾ മറുപടി പറഞ്ഞില്ല. വെറുതെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. അവളുടെ ആ മൗനം എൻ്റെ ഉള്ളിലൊരു വിങ്ങലായി. മരുന്ന് കുറിച്ചു കൊടുക്കുമ്പോഴും എൻ്റെ മനസ്സ് അശാന്തമായിരുന്നു. അതേ ആഴ്ച തന്നെയായിരുന്നു വിധി വീണ്ടും എൻ്റെ വാതിലിൽ മുട്ടിയത്. വൈകുന്നേരം ഏകദേശം 6 മണി. ഞാൻ പോകാനിറങ്ങുമ്പോഴാണ് മറ്റൊരമ്മയും മകളും കൂടി ഓടിക്കിതച്ച് കടന്നു വന്നത്. ആ കുട്ടിയെ കണ്ട നിമിഷം എനിക്ക് നെഞ്ചിലൊരു ആന്തൽ അനുഭവപ്പെട്ടു. ഏകദേശം മീരയുടെ അതേ പ്രായം, അതേ സ്കൂൾ യൂണിഫോം. ഡോക്ടർ, ഇവൾക്ക് ആകെ ക്ഷീണം. രാവിലെ സ്കൂൾ അസംബ്ലിയിൽ തലകറങ്ങി വീണു. ഇപ്പോൾ വയറുവേദനയും ഛർദിയുമുണ്ട്. ആ അമ്മ ആവലാതിപ്പെട്ടു. ഞാൻ ആ കുട്ടിയെ പരിശോധിച്ചു. ലക്ഷണങ്ങളെല്ലാം എനിക്ക് പരിചിതമായിരുന്നു. ഒരു നിമിഷം പോലും വൈകാതെ ഞാൻ യൂറിൻ ടെസ്റ്റ് നടത്താൻ നിർദ്ദേശിച്ചു. ഫലം വന്നപ്പോൾ എൻ്റെ കൈകൾ വിറച്ചു. പോസിറ്റീവ്, അതും ഗർഭം. ഞാൻ കസേരയിലേക്ക് തളർന്നിരുന്നു. എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുട്ടിയും മീരയും രണ്ടുപേരും ഒരേ പ്രായക്കാർ, ഒരേ ലക്ഷണങ്ങൾ. പെട്ടെന്നൊരു മിന്നൽ പോലെ എൻ്റെ മനസ്സിലൊരു കാര്യം തെളിഞ്ഞു. മോളുടെ സ്കൂൾ ഏതാ? ഞാൻ ചോദിച്ചു. കുട്ടി മെല്ലെ സ്കൂളിൻ്റെ പേര് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. മീര പഠിക്കുന്ന അതേ സ്കൂൾ. ഇതൊരു യാദൃച്ഛികതയല്ല. ഇതൊരൊറ്റപ്പെട്ട സംഭവവുമല്ല. എൻ്റെ ഉള്ളിൽ സംശയത്തിൻ്റെ കനലുകൾ ആളിക്കത്തി. ഒരേ സ്കൂളിലെ ഒരേ പ്രായത്തിലുള്ള 2 കുട്ടികൾ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ ഗർഭിണികളാകുന്നു. ഇതിനു പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട്. ഇനിയും മൗനം പാലിച്ചാൽ ഞാനും ഈ പാപത്തിൽ പങ്കാളിയാകും എന്ന് ഞാൻ ഉറപ്പിച്ചു. ആ അമ്മയുടെ കരച്ചിലോ അഭിമാനക്ഷതമോ ഒന്നും എനിക്കപ്പോൾ തടസ്സമായി തോന്നിയില്ല. ഞാൻ നേരെ ഫോണെടുത്ത് സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ചു. സർ, ഇതൊരു മെഡിക്കൽ എമർജൻസി മാത്രമല്ല, വലിയൊരു ക്രൈമാണ്. എനിക്ക് നിങ്ങളെ ഒന്ന് നേരിൽ കാണണം. കമ്മീഷണർ ഓഫീസിലെ മേശപ്പുറത്തിരുന്ന ഫയലിലേക്ക് നോക്കി SI അനുപമയുടെ മുഖം വലിഞ്ഞു മുറുകി. ഞാൻ കൈമാറിയ വിവരങ്ങൾ ഏതൊരു മനുഷ്യന്റെയും ഉറക്കം കെടുത്തുന്നതായിരുന്നു. പിൽക്കാലത്ത് അനുപമ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്റെ ഓർമ്മയിലുണ്ട്. അനുപമ, ഇതൊരു സാധാരണ കേസല്ല. യൂണിഫോമിട്ട പോലീസ് അവിടെ ചെന്നാൽ സത്യം ഒരിക്കലും പുറത്തുവരില്ല. കമ്മീഷണർ അക്കാര്യം പറഞ്ഞപ്പോൾ അനുപമ അത് ഏറ്റെടുക്കുകയായിരുന്നു. പിറ്റേന്ന് നഗരത്തിലെ പ്രശസ്തമായ ആ സ്കൂളിലേക്ക് പുതിയ സോഷ്യൽ സയൻസ് അധ്യാപിക എത്തി. അനുപമ ടീച്ചർ കടന്നുചെന്നു. കോട്ടൺ സാരിയും കറുത്ത ഫ്രെയിമുള്ള കണ്ണടയും ധരിച്ച ശാന്തസ്വഭാവിയായ ഒരു അധ്യാപിക. ആരും അവരിലൊരു പോലീസ് ഉദ്യോഗസ്ഥയെ സംശയിച്ചില്ല. ക്ലാസ് മുറികളിൽ അനുപമ കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിച്ചു. പാഠങ്ങൾക്കിടയിൽ സമർത്ഥമായി അവർ കുട്ടികളുടെ സംസാരങ്ങൾ ശ്രദ്ധിച്ചു. ചില കുട്ടികളുടെ കണ്ണുകളിലെ ഭയം, മറ്റു ചിലരുടെ അസാധാരണമായ മൗനം എല്ലാം അനുപമ തന്റെ ഡയറിയിൽ കുറിച്ചു. 2 ആഴ്ചത്തെ നിരീക്ഷണത്തിനൊടുവിൽ അനുപമയ്ക്ക് നിർണായകമായൊരു വിവരം ലഭിച്ചു. സ്കൂളിൽ വൈകുന്നേരങ്ങളിൽ കമ്പ്യൂട്ടർ സ്പെഷ്യൽ ക്ലാസ് നടക്കുന്നുണ്ട്. പഠനത്തിലൽപ്പം പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ തിരഞ്ഞുപിടിച്ചാണ് ഈ ക്ലാസ് നൽകുന്നത്. ഒരു വൈകുന്നേരം എല്ലാവരും പോയെന്ന് ഉറപ്പുവരുത്തി അനുപമ ലാബിന്റെ വരാന്തയിലെത്തി. ആരും ശ്രദ്ധിക്കാത്തൊരിടത്ത് മറഞ്ഞു നിന്നു. അപ്പോഴാണ് അത് കണ്ടത്. സ്കൂളിലെ സെക്യൂരിറ്റി ഗാർഡ് മധ്യവയസ്കനായ രാജൻ കയ്യിലൊരു വലിയ ട്രേയുമായി ലാബിലേക്ക് നടന്നുവരുന്നു. കുട്ടികൾക്കയാൾ പ്രിയപ്പെട്ട രാജൻ ചേട്ടനായിരുന്നു. പക്ഷെ ആ ഇരുളിൽ അയാളുടെ മുഖത്തിന് വല്ലാത്തൊരു ക്രൂരഭാവമുണ്ടെന്ന് അനുപമ തിരിച്ചറിഞ്ഞു. ട്രേയിൽ നിറയെ ജ്യൂസ് ഗ്ലാസുകളും കേക്കുകളും ഉണ്ടായിരുന്നു. ലാബിന്റെ വാതിലിൽ മുട്ടി അയാൾ അകത്തേക്ക് കയറി. വാതിലകത്തുനിന്ന് പൂട്ടുന്ന ശബ്ദം അനുപമ കേട്ടു. അനുപമയുടെ ഉള്ളിൽ അപായമണി മുഴങ്ങി. പോലീസ് റിപ്പോർട്ടുകളിൽ നിന്ന് പിന്നീട് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഭയാനകമായിരുന്നു. അനുപമ ലാബിന്റെ ജനൽ വിടവിലൂടെ അകത്തേക്ക് നോക്കി. കണ്ട കാഴ്ച അവരുടെ രക്തം തിളപ്പിച്ചു. കമ്പ്യൂട്ടർ സ്ക്രീനുകളുടെ നീല വെളിച്ചത്തിൽ
5 പെൺകുട്ടികൾ കസേരകളിൽ തളർന്നിരിക്കുന്നു. രാജൻ കൊണ്ടുകൊടുത്ത് ജ്യൂസ് കുടിച്ച നിമിഷങ്ങൾക്കകം അവരുടെ ബോധം മറയുകയായിരുന്നു. തന്റെ മുന്നിൽ ചിരിച്ചു കളിച്ചിരുന്ന, രാജൻ മാമ എന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്ന ആ മധ്യവയസ്കൻ പെട്ടെന്നൊരു രാക്ഷസനായി മാറി. അയാൾ മയങ്ങിക്കിടക്കുന്ന ഒരു കുട്ടിയുടെ അടുത്തേക്ക് നടന്നു. ഇനി ഒരു നിമിഷം പോലും പാഴാക്കാനില്ലെന്ന് അനുപമ ഉറപ്പിച്ചു. അവർ തന്റെ ബാഗിൽ കരുതിയിരുന്ന സർവീസ് റിവോൾവർ കയ്യിലെടുത്തു. ധും! ലബോറട്ടറിയുടെ പൂട്ടിയിട്ട വാതിൽ അനുപമ സർവ്വശക്തിയുമെടുത്ത് ചവിട്ടി തുറന്നു. വലിയ ശബ്ദത്തോടെ വാതിൽ തുറന്നപ്പോൾ രാജൻ ഞെട്ടിവിളിച്ചു. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ശാന്തയായ അധ്യാപികയെ അല്ല, മറിച്ച് തീ പാറുന്ന കണ്ണുകളുമായി നിൽക്കുന്ന SI അനുപമയെയാണ്. രാജൻ ആക്രമിക്കാൻ തുനിഞ്ഞെങ്കിലും അനുപമയുടെ പരിശീലനം സിദ്ധിച്ച കരങ്ങൾ അയാളെ കീഴ്പ്പെടുത്തി. നിമിഷങ്ങൾക്കുള്ളിൽ അത് സംഭവിച്ചു. അപ്പോഴേക്കും അനുപമയുടെ സന്ദേശം ലഭിച്ച് പോലീസ് സംഘം സ്കൂൾ വളപ്പിലേക്ക് ഇരച്ചുകയറിയിരുന്നു. പോലീസുകാർ ലാബിലേക്ക് ഓടിക്കയറി. മയങ്ങിക്കിടക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ പല പോലീസുകാരുടെയും കണ്ണു നിറഞ്ഞു. കയ്യാമം വെച്ച് രാജനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ സ്കൂൾ പരിസരം ജനങ്ങളെക്കൊണ്ട് നിറഞ്ഞിരുന്നു. അവനെ ഞങ്ങൾക്ക് വിട്ടുതാ സാറേ എന്ന് ആക്രോശിച്ചുകൊണ്ട് രക്ഷിതാക്കൾ പോലീസിനെ വളഞ്ഞു. രാജനെ പോലീസ് ജീപ്പിലേക്ക് തള്ളിക്കയറ്റി. എല്ലാം അറിഞ്ഞിട്ടും കണ്ണടച്ച പ്രധാന അധ്യാപകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ആ രാത്രി ഒരു വിദ്യാലയത്തിന്റെ പവിത്രത മുഴുവൻ ഒരൊറ്റ രാത്രി കൊണ്ട് തകർന്നു വീണിരുന്നു. പിറ്റേ ദിവസത്തെ പ്രഭാതം കേരളമുണർന്നത് ഞെട്ടിക്കുന്ന ആ വാർത്ത കേട്ടുകൊണ്ടാണ്. പത്രങ്ങളുടെ മുൻപേജുകളിലും ചാനലുകളിലും രാജന്റെ മുഖം നിറഞ്ഞുനിന്നു. ആശുപത്രിയിലെ എന്റെ ക്യാബിനിലിരുന്ന് ഞാൻ വാർത്തകൾ കാണുകയായിരുന്നു. പോലീസ് പിടിയിലായ രാജന്റെ മുഖം TV സ്ക്രീനിൽ തെളിഞ്ഞു. എന്റെ ഉള്ളിൽ ആശ്വാസത്തിന്റെ ഒരു ദീർഘശ്വാസമുയർന്നു. പക്ഷേ എന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വൈകിപ്പോയി, ഒരുപാട് വൈകിപ്പോയി. ഞാൻ സ്വയം മന്ത്രിച്ചു. ഞാൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. മീറയെപ്പോലെ പേര് വെളിപ്പെടുത്താത്ത എത്രയോ കുരുന്നുകൾ ആ ഇരുണ്ട മുറിയിൽ ഇരകളായിട്ടുണ്ടാകാം. അവരുടെ നഷ്ടപ്പെട്ട ബാല്യം ആർക്ക് തിരിച്ചു നൽകാനാകും? വാർത്ത പുറത്തുവന്നതോടെ ആ സ്കൂളിലെ മറ്റു രക്ഷിതാക്കളും മുന്നോട്ടു വന്നു തുടങ്ങി. പലരും തങ്ങളുടെ കുട്ടികളിൽ കണ്ട മാറ്റങ്ങൾ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. നഗരത്തിലെ അനാഥാലയത്തിൽ തൊട്ടിലിൽ കിടന്ന 2 കുഞ്ഞുങ്ങൾ അപ്പോഴും ഉറങ്ങുന്നുണ്ടായിരുന്നു. തങ്ങളുടെ മാതാപിതാക്കൾ ആരാണെന്നോ തങ്ങൾ ജനിച്ചതെങ്ങനെയെന്നോ അവർക്കറിയില്ല. വിധിയുടെ കൈകളിൽ അവർ വളരും. കേസ് കോടതിയിലെത്തി. ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും രാജനെതിരെ നിരന്നു. എന്നാൽ അതൊന്നും മീരയുടെയോ മറ്റു കുട്ടികളുടെയോ മുറിവുകൾ ഉണക്കാൻ പര്യാപ്തമായിരുന്നില്ല. എങ്കിലും നീതി ലഭിച്ചു എന്നൊരു ആശ്വാസം അവർക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാലയങ്ങൾ അറിവിന്റെ ക്ഷേത്രങ്ങളാണ്, സംശയമില്ല. എന്നാൽ അവിടെയും ചെരുപ്പുകൾ അഴിച്ചുവെക്കുന്നതുപോലെ നിങ്ങളുടെ ജാഗ്രത അഴിച്ചുവെക്കരുത്. തുറന്ന് സംസാരിക്കുക. കുട്ടികളോട് ദിവസവും സംസാരിക്കാൻ സമയം കണ്ടെത്തുക. മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. കുട്ടികളുടെ പെരുമാറ്റത്തിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും നിസ്സാരമായി കാണരുത്. അന്ധമായ വിശ്വാസമരുത്. കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ ആരെയും കണ്ണടച്ചു വിശ്വസിക്കരുത്. ഒരു മീര കൂടി ഇനിയുണ്ടാകരുത്. നമ്മുടെ മൗനം ഇനിയൊരു കുറ്റവാളിയെ സൃഷ്ടിക്കരുത്. ഇരുളടഞ്ഞ ഇടനാഴികളിൽ വെളിച്ചമാവേണ്ടത് നമ്മളാണ്. നമ്മുടെ ജാഗ്രതയാണ്.